നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള സ്കൂൾ കലോത്സവം അന്താരാഷ്ട്ര ബ്രാൻഡാക്കും. സർക്കാർ ലക്ഷ്യം വിനോദസഞ്ചാരികളെ ആകർഷിക്കൽ. ഹൈറിച്ച് കമ്പനിയുടെ പേരിൽ തട്ടിച്ചത് 3141 കോടി രൂപയുടെ നിക്ഷേപം. മറ്റ് സംസ്ഥാനക്കാരുണ്ടെന്ന് മുഖ്യമന്ത്രി. തൃശൂരിൽ VS സുനിൽകുമാർ, വയനാട്ടിൽ ആനി രാജ. CPI സാധ്യതാ പട്ടിക. കേരളം വ്യവസായ സൗഹൃദമാണെന്നതിന് തെളിവാണ് IBSന്റെ പുതിയ ക്യാമ്പസ്. മുഖ്യമന്ത്രി. വാർത്തകൾ വിശദമായി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പുതിയ മുഖം നൽകാൻ കേരള സർക്കാർ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി ഒരു രാജ്യാന്തര ബ്രാൻഡായി കലോത്സവത്തെ അവതരിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. വ്യാഴാഴ്ച നിയമസഭയിലാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. ടൂറിസം വകുപ്പുമായി സഹകരിച്ച് സ്കൂൾ കലോത്സവം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മാർക്കറ്റ് ചെയ്യുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി സംസാരിച്ചു. അരൂർ MLA ദലീമയുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്നത് സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ്. സ്കൂൾ കലോത്സവം സാധാരണ ഡിസംബറിലോ ജനുവരിയിലോ ആണ് നടത്താറുള്ളത്. അതിനാൽ തന്നെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അവസരമാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തിന്റെ തനതായ പല കലാരൂപങ്ങളും അടുത്തറിയാൻ ഇതിലൂടെ വിനോദസഞ്ചാരികൾക്ക് സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര റെക്കോർഡ് ബുക്കുകളിൽ സ്കൂൾ കലോത്സവത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതിനുള്ള സാധ്യതകളും സർക്കാർ പരിശോധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ പ്രതികൾ 3141 കോടി രൂപ ഇതുവരെ നിക്ഷേപമായി സ്വീകരിച്ചെന്ന് കണ്ടെത്തിയതായി സംസ്ഥാന സർക്കാർ. നിയമസഭയിൽ എറണാകുളം MLA TJ വിനോദിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രതികൾ പൊതുജനങ്ങളിൽ നിന്നായി 3141 കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഹൈറിച്ച് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ KD പ്രതാപനും ഭാര്യയും കമ്പനി CEOയുമായ ശ്രീനയ്ക്കുമായി ED ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തൃശൂർ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ പ്രൈസ് ചീറ്റ്സ് ആൻഡ് മണി സർക്കുലേഷൻ സ്കീമിൽ നിയമപ്രകാരമുള്ള ലംഘനങ്ങൾ കണ്ടെത്തുകയും കേസ് രജിസ്റ്റർ ചെയ്ത സ്ഥാപനത്തിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട്. കേസിൽ അന്തർ സംസ്ഥാന പണമിടപാട് നടന്നതായി കണ്ടെത്താൻ കഴിഞ്ഞുവെന്നും എന്നാൽ അന്താരാഷ്ട്ര ഇടപാടുകൾക്ക് തെളിവുകൾ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. കൂടാതെ കേസ് CBIക്ക് കൈമാറുന്ന കാര്യത്തിൽ ഇതുവരെ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPIയുടെ സാധ്യതാ പട്ടിക തയ്യാറായി. തൃശൂരിൽ VS സുനിൽകുമാറിനെയും തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രനെയും പരിഗണിക്കും. വയനാട്ടിൽ ആനി രാജയ്ക്കും മാവേലിക്കരയിൽ AIF നേതാവ് CA അരുൺകുമാറും സാധ്യതാ പട്ടികയിലുണ്ട്. ഈ മാസം 10, 11 തീയതികളിൽ നടക്കുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അന്തിമധാരണയുണ്ടാകും. തെരഞ്ഞെടുപ്പിന് വളരെ മുൻപ് തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കണമെന്ന നിർദ്ദേശം നേരത്തെ വന്നിരുന്നു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവിലടക്കം ഇത് സംബന്ധിച്ച ആലോചനകളും നടന്നിരുന്നു. ഇതിനുശേഷമാണ് സാധ്യതാ പട്ടിക പുറത്തുവരുന്നത്. രാഹുൽ ഗാന്ധി ഉള്ളതുകൊണ്ട് തന്നെ ദേശീയ ശ്രദ്ധയുള്ള വയനാട്ടിൽ ഒരു ദേശീയ മുഖമെന്ന നിലയിലാണ് ആനി രാജയെ പരിഗണിക്കുന്നത്. ശശി തരൂർ തിരുവനന്തപുരത്തുണ്ടാകുന്നതിനാൽ ജനകീയ നേതാവ് എന്ന നിലയിലാണ് CPI പാർട്ടിക്കും നാടിനും ജനകീയനായ പന്ന്യൻ രവീന്ദ്രനെ പരിഗണിക്കുന്നത്. പ്രാദേശിക തലത്തിൽ ഇത് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. കേരളം വ്യവസായ സൗഹൃദമാണെന്നതിന് തെളിവാണ് IBSന്റെ പുതിയ ക്യാമ്പസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളം വ്യവസായ സൗഹൃദമല്ലെന്ന് പ്രചരിപ്പിക്കുന്ന ചില സ്ഥാപിത താൽപര്യങ്ങൾക്കുള്ള മറുപടിയാണ് IBS എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. IBS സോഫ്റ്റ്വെയർ കമ്പനിയുടെ കൊച്ചിയിലെ ഇൻഫോ പാർക്കിലെ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസായ സൗഹൃദ അന്തരീക്ഷത്തിന്റെ അംബാസിഡറായി IBS മേധാവി VK മാത്യൂസ് ഉയർന്നിരുന്നു. IT മേഖലയിൽ വലിയ വളർച്ച നേടി രാജ്യത്തിന്റെ IT കയറ്റുമതിയുടെ 10% കേരളത്തിൽ നിന്നാകണമെന്ന് സർക്കാർ ലക്ഷ്യം. പുതിയ 5 ലക്ഷം തൊഴിലവസരങ്ങൾ ഈ രംഗത്ത് സൃഷ്ടിക്കും. സംസ്ഥാനത്തെ IT പാർക്കുകളിൽ കമ്പനികളുടെയും ജീവനക്കാരുടെയും എണ്ണം വർദ്ധിപ്പിച്ചു. സ്റ്റാർട്ടപ്പ് രംഗത്തും വൻ കുതിപ്പുണ്ടായി. ഇത്തരം നേട്ടങ്ങൾ കേരളം കൈവരിക്കുമ്പോൾ അത് സ്വീകരിക്കാൻ ബോധപൂർവം ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു.